ദൈവം ഭയങ്കരമായ കർശനക്കാരൻ, എന്ത് പറഞ്ഞാലും എന്നെ കിട്ടൂല എന്ന് പറയുന്നവനല്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കർണഞരമ്പിനേക്കാൾ അടുത്തവനാണ് അല്ലേ. ഇന്നി ഖരീബ് അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞു. ഞാൻ ഏറ്റവും നിങ്ങളുടെ അടുത്തവനാണ്. അവർക്കും ചിരിക്കാത്തവർക്കും ദൈവത്തിനെ പ്രാപിക്കാം, പക്ഷെ റിസ്ക് എന്ന് ഞാൻ പഠിച്ച ഒരു ഇൽമു വെച്ച് അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അത് ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. എൻ്റെ അറിവിനിക്ക് എഴുതി വെക്കാമല്ലോ, അതൊരു സന്ദേശമായിട്ട് എഴുതി വെക്കാമല്ലോ. ഇനിയിപ്പോൾ ഒരു ദൈവത്തിനെ കിട്ടിയിട്ടേ ചിരിക്കൂന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവും. എപ്പോഴായാലും അവർ ചിരിക്കട്ടെ. ഒരു ചിരിയുടെ പരിമളം ഭൂലോകത്ത് പരക്കട്ടെ. പുഞ്ചിരി സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മുത്തു റസൂലിൻ്റെ സന്ദേശങ്ങൾ ലോകത്ത് പ്രചരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ചിരിയെ ഒന്ന് മഹത്വവൽക്കരിക്കാൻ. ചിരിയും നന്മയാണ്, ചിരിക്കാതിരിക്കാനും നന്മയാണ്. ചിരി എന്ന നന്മയെ ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്തു. ചിരിക്കാതിരിക്കൽ തിന്മയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് റിസ്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് തിന്മയാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചിരിയും നന്മയാണ്, ചിരിക്കാതിരിക്കലും. പക്ഷെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നന്മ ചിരിയുടെ നന്മ. ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തു. എനിക്കതിനുള്ള അവകാശമില്ലേ? ഒരാൾക്ക് ചിരിക്കാതിരിക്കുന്ന നന്മയെ പ്രൊമോട്ട് ചെയ്യാം, ഞാൻ അതിനെതിരല്ല. ചിരിക്കാതിരിക്കാം, കിട്ടുന്നത് വാങ്ങാം. ആത്മീയതയുടെ അല്ലെങ്കിൽ പഠിച്ചവൻ്റെ വഴി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു, എനിക്ക് ആ വരി കേട്ടപ്പോൾ തോന്നിയൊരു കാര്യം അതാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു റൂളെന്ന് വേണമെങ്കിൽ പറയാം, റൂളെന്ന് പറഞ്ഞുവിടാം. എന്നാൽ പോലും മറ്റുള്ള ആൾക്കാരിലേക്ക് വെറുതെ തുറന്നു വെക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ കാര്യം തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ എങ്ങനെയൊക്കെ ഒരർത്ഥം വെച്ച് കൊല്ലാൻ പറ്റുമോ എന്നതിൻ്റെ അപ്പുറത്തേക്ക് എത്ര അർത്ഥം വെച്ചാൽ വളരെ ചെറിയൊരു ന്യൂനശതമാനം മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് അവരുടെ അന്നത്തെ മാനസികാവസ്ഥയായിരിക്കും, അവർ കുറ്റപ്പെടുത്തിക്കൂടാ. പക്ഷേ ഭൂരിപക്ഷവും സമൂഹത്തിൽ നന്മയെ ഉൾക്കൊള്ളുന്നവരാണെന്ന് ഈ പാട്ട് എന്നെ പഠിപ്പിച്ചു. കാരണം അത്രയും നല്ല പ്രതികരണം സമൂഹത്തിൽ. നമ്മൾ വെറുതെ പറയാണ് സമൂഹത്തിൽ നന്മയൊക്കെ നഷ്ടപ്പെട്ടു, വെറുതെയാണ്. സമൂഹത്തിൽ ഒരിക്കലും നന്മ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മൾ കാണുന്നതൊക്കെ തിന്മയുള്ളവരായതുകൊണ്ട് നമുക്ക് കണ്ണ് നമ്മൾ തുറന്നു നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നന്മയൊന്നും സമൂഹത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ പ്രചരിപ്പിക്കാനും പാടില്ല. നന്മ ഒരിക്കലും നഷ്ടപ്പെടില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം, ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം നന്മ നഷ്ടപ്പെടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം, എന്ന് പ്രചരിപ്പിക്കാനാണ് എനിക്കിഷ്ടം, എന്ന് സ്ഥാപിക്കാനാണ് എനിക്കിഷ്ടം. ഒരു തിന്മയെ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ ഒരാൾ തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ കാണുന്ന കുറച്ച് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു നല്ലൊരു പ്രഭാഷണം കേട്ട, ഒരു പാട്ട് കേട്ട, അതിൻ്റെ കമൻ്റൊക്കെ പോയി എടുത്ത് നോക്കിയാൽ ആ കമൻ്റാളികൾ എന്ന് പറയുന്നവരിൽ പല പ്രശ്നങ്ങളും കാണാം. അതൊക്കെ നമ്മൾ അവഗണിച്ചേക്കുക. നമ്മളെന്തിനാ കമൻറ്റ് കാണാൻ പോണ്? നമുക്ക് ആ സംഭവം കണ്ടാൽ പോരെ അല്ലേ? പക്ഷെ ചില ആളുകൾക്ക് ഇപ്പോഴത്തെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരു സംഗതി കണ്ട ആദ്യം അത് പിന്നെ നോക്കാൻ, ഞാൻ ആദ്യം കമൻറ്റ് പോയി നോക്കട്ടെ, എന്നിട്ട് സർവ്വ ചീത്തയും കേട്ടിട്ട് നെഗറ്റീവ് ആക്കിയതിൻ്റെ ശേഷം ഇത് കേട്ടാൽ മനസ്സിൽ കയറുമോ? ഇല്ല. ഈ കമൻ്റ് ആളികൾ എന്ന് പറഞ്ഞാൽ അവർ ഏതോ ഒരവസ്ഥയിൽ അതിനായിട്ടിരിക്കുന്ന ആളുകളാണ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ് വന്ന കുറേ ആൾക്കാരുടെ പ്രതികരണം വരും, അങ്ങനെ വീഡിയോ റീച്ചാകുമെന്നൊക്കെയുള്ള ദുഷ്ട മനസ്ഥിതിയുള്ള ഒരു ശതമാനം ആൾക്കാർ, 1% ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുണ്ടായിക്കോട്ടെ, അവരൊക്കെ വേണം. ഒരു ഇരുട്ടിന് വെളിച്ചം വേണ്ടേ, വെളിച്ചത്തിന് ഇരുട്ട് വേണ്ടേ? രണ്ടും പരസ്പര പൂരകങ്ങളല്ലേ, മറ്റൊന്നുണ്ടാവുള്ളൂ. അപ്പം അതൊക്കെ നടക്കട്ടെ. നന്മയുള്ളവരാണ് ഈ ഭൂമിയിൽ അധികവും എന്ന് നമുക്ക് അറിയുമ്പോഴുണ്ടാവുന്ന ജീവിക്കാൻ കിട്ടുന്നൊരു ആവേശമുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ ഭൂമിയൊക്കെ കഴിഞ്ഞു, കിയാമനാളായി, ഞൊക്കെ പാടെ പെട്ടിയും കിടക്കുകയും ശരിയാക്കിയിരുന്നു, ആകൃതമാൻ്റെ ചണ്ടിച്ചവർ എന്നൊക്കെ പറയുന്ന ആ പ്രചരിപ്പിക്കലിനോട് എനിക്കിഷ്ടമല്ല. പ്രവാചകൻ തന്നെ പഠിപ്പിച്ചത് കിയാമനാൾ വരെയാണ്. നാളെ കിയാമനാളാവെങ്കിലും ഇയാളെ കയ്യിലൊരു മരം ഉണ്ടെങ്കിൽ അത് നടണം അല്ലേ? നീ എന്നെന്നും ജീവിക്കുന്നവനാണെന്ന് വിചാരിക്കുക. ആത്മീയ കാര്യങ്ങളിൽ ഇപ്പോൾ നാളെ മുതൽ നിസ്കരിക്കുക, അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമ്മൾ നാളെ മരിക്കുന്നവനാണെന്ന് വിചാരിക്കേണ്ടത്. രണ്ടിനും വേർതിരിച്ച് മനസ്സിലാക്കണം. നാളെ ഞെക്കിയാവുന്നാൾ തൊട്ട് തെങ്ങ് കേട്ട് ആർക്കാ എന്നും ചിന്തിക്കാതെ തെങ്ങ് അവിടെ നടാനുള്ള ആ പ്രതീക്ഷയുടെ ഒരു സംഗതി. ഒരു സിമ്പിൾ ഉദാഹരണമാണെങ്കിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ആ പ്രതീക്ഷയുടെ 100 കിരണങ്ങൾ ആ കഥയിലുണ്ട്.
പ്രവാചകരും അവരുടെ പിന്തുടർന്ന് വന്ന ഔലിയാക്കൾ, സൂഫിയാക്കൾ, കവികൾ, നല്ല കവികൾ, ക്ഷുദ്രകവികളുണ്ടാവാം, വളരെ ചെറിയ ശതമാനം നല്ല കവികൾ, വികട കവികൾ ഒക്കെ കുറേശ്ശെ ഉണ്ടാവാം. പക്ഷെ അവരൊക്കെ പഠിപ്പിക്കുന്ന ആശയങ്ങളൊക്കെ നമ്മളെ ജീവിക്കാനാണ്, ജീവിതം ആഘോഷിക്കാനാണ്, ജീവിതത്തിൻ്റെ നല്ല നല്ല വസന്തങ്ങൾ ഭൂമിയിൽ വിടർത്തുവാനാണ്. അതിൻ്റെ ഒരു ഭാഗമാവാൻ ശ്രമിച്ചതാണ് ഞാൻ. എൻ്റെ ശ്രമം പരാജയപ്പെട്ടോ ജയിച്ചോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കവിതയുടെ 4 അർത്ഥങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ 40,000 അർത്ഥം നോക്കിയിട്ട് അതിൽ ഏറ്റവും നല്ലത് ഏതാണോ അത് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ, ഇപ്പം പൊതുവെ മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ സാഹിത്യം എന്ന് പൊതുവെ അവർ പോലും അംഗീകരിക്കുന്ന, ഏതൊരു മുസ്ലിമും അംഗീകരിക്കുന്ന ഒരു കാര്യം ഖുർആനാണ്. അപ്പം ഖുർആൻ ഒരു സാഹിത്യ ഗ്രന്ഥമാണെന്ന് പറയും. അപ്പം ഖുർആൻ്റെ ഓരോ ആയത്തിനും ഇങ്ങനെ 4, 40, 4000 അർത്ഥങ്ങളുണ്ടാവാം. പക്ഷേ അതിൻ്റെ നേരെ വേർഡ് മീനിങ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട്, കണ്ടോ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഇതേപോലെ ഖുർആൻ്റെ അർത്ഥം പറഞ്ഞിട്ട് നിയമം പറയുന്ന ആൾക്കാർ, ഖുർആനിൽ അങ്ങനെയുണ്ട് എന്ന് നിയമം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഖുർആനെ വ്യാഖ്യാനിക്കുന്നതിന് ഉസ്താദ് എങ്ങനെയാണ് കാണുന്നത്? ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമാണ്. ആ അള്ളാഹുവിൻ്റെ കലാമാകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ദൈവികത നമ്മിലുണ്ടാവണം. പിന്നെ ഒരു കാര്യത്തിനെ മനസ്സിലാക്കാൻ അതിൻ്റെ ഉടമസ്ഥനോടുള്ളൊരു അടുപ്പം വേണം. നേരത്തെ പറഞ്ഞ പോലെ കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവണേ. നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഇവിടെ ഒരു മൈക്കുള്ളത് കൊണ്ടാണ് ദൂരെയുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, അല്ലേ? ആ ഒരു മാധ്യമം ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു 10 മീറ്ററുള്ള ആൾക്ക് മനസ്സിലാവും, 20 മീറ്ററുള്ള ആൾക്ക് കുറച്ച് മനസ്സിലാവും, 1 കിലോമീറ്ററുള്ള ആൾക്കാർക്ക് നമ്മളിങ്ങനെ ചവക്കുന്നത് പോലെ തിരിയുള്ളൂ, അല്ലേ? ഇല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളെന്നെ ചെവിയില്ലാത്ത ആളാണല്ലോ കുഴപ്പം. നോക്ക്, പണ്ടൊരു വൃദ്ധ എതിരെ ഇരിക്കുന്ന ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടാണല്ലോ സീറ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു തള്ള അടുത്തിരിക്കുന്ന യുവാവിനോട് മോനെ മോൻ എന്തോ കാര്യമായിട്ട് എന്നോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ചെവി കുറച്ച് കുറവാണ്, ഒന്ന് ഉറക്കെ പറയണം. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊന്നും പറയല്ല, ഞാൻ ചൂയിങ്കം കഴിക്കുകയാണ്, ഞാൻ ചൂയിങ്കം തിന്നുകയാണ്. അപ്പോൾ അത് സംസാരമായിട്ട് ചില തിരിയും. ചെവിയില്ലാത്ത ആൾ നമ്മൾ രണ്ടാളും സംസാരിക്കുന്നത് എന്തോ ചൂയിങ്കം കാര്യമായിട്ട് മാത്രം ഫ്രൂട്ട്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു അങ്ങോട്ട് മുഖത്തോടെ നോക്കി മൈക്ക് വെച്ചിട്ട് എന്താണ് കഴിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവണമെങ്കിൽ പറയുന്ന ആളോടുള്ള അടുപ്പം അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന ഉപാധിയാണ്. അള്ളാഹുവിൻ്റെ കലാം മനസ്സിലാകണമെങ്കിൽ അള്ളാഹുവിനോട് അടുപ്പം വേണം, അല്ലെങ്കിൽ അടുത്തവരോട് അടുപ്പം വേണം, അല്ലെങ്കിൽ അവരോട് അടുപ്പം വേണം. അടുത്തവരോടെങ്കിലും ഇത് ആരോടും അടുപ്പമില്ലാതെ ദൂരെ നിന്ന് ഇത് കേൾക്കാത്ത അത്രയും അകലെ മാറി നിന്നുകൊണ്ട് ഈ പറഞ്ഞതിനെ വ്യാഖ്യാനിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ ആലോചിച്ചു. മനസ്സിലായോ? അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. കാഴ്ചയിൽ ചിലപ്പോൾ അടുത്തൊക്കെ ആയിരിക്കും, പക്ഷേ ഇവർ ഹൃദയം കൊണ്ട് ദൂരെ ആയിരിക്കും. പണ്ടാരോ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ടായി, ദേഷ്യം പിടിക്കുമ്പോൾ എന്തിനാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുന്നില്ല, എടാ ഡേഷിൻ്റെ മോനെ എന്നൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ ഇത്ര ഉച്ചത്തിൽ എന്തിനാണ് സംസാരിക്കുന്നത്? മെല്ലെ പറഞ്ഞാൽ എടാ ഡേഷേ എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുമല്ലോ. അപ്പോൾ ആ മഹാൻ പറയുന്നത് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ ഹൃദയങ്ങൾ അകലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അകലെയുള്ളവനോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കും. കാഴ്ചയിൽ അവരടുത്താണെങ്കിലും യഥാർത്ഥത്തിൽ അവർ വളരെ ദൂരെയാണ്. നേരെ തിരിച്ച് നമുക്ക് കാണാൻ പറ്റൂലേ? നേരെ തിരിക്കാൻ ഭയങ്കര പ്രണയികളാണ് അല്ലെങ്കിൽ കാമുകന്മാരാണെന്ന് വിചാരിക്കാം. അവർ മെല്ലെ പറയുന്നത് സ്വരം മെല്ലെ, ചെവിയുടെ ചുണ്ടിൻ്റെ ചലനം പോലും അവർ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നു. അവൻ്റെ ഒരു പുഞ്ചിരി പോലും അവൾക്ക് മനസ്സിലാവും, ഒരു കണ്ണിൻ്റെ അനക്കം പോലും എന്താണ് അവൻ പറയുന്നത് മനസ്സിലാവും. അവളുടെ മൗനം പോലും, അല്ലെങ്കിൽ അവനൊന്നും പറയുന്നില്ല, പ്രണയി ആരാണോ അവൻ്റെ മൗനം പോലും ഇവന് വാചാലമായി തോന്നും. ഇത്ര മഹാന്മാർ തമ്മിൽ ഇരിക്കുന്ന മുഖത്തോട് മുഖം ചേർന്ന് നിന്ന് കണ്ണടച്ച് ഇരുന്നിട്ട് നീറ്റ് പോകുന്നു. അങ്ങനെ ഞാൻ ചരിത്രം വായിച്ചിട്ടുണ്ട്. 2 മഹാരഥന്മാർ സംസാരിക്കാൻ വരുന്നു, അവർ തമ്മിൽ കണ്ണോട് നോക്കിയിരിക്കുന്നു, 1 മണിക്കൂർ നോക്കിയിരിക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ് സംസാരിച്ചത്? സംസാരിക്കാനുള്ളതെല്ലാം ഞങ്ങൾ സംസാരിച്ചു. ഭാഷയുടെ ആവശ്യമില്ല,
ഒരു പരിമളം മാത്രം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നു. അത് ഹൃദയത്തിൻ്റെ അടുപ്പമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിനോടുള്ള അഭേദ്യമായ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവർക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവും. എത്രമാത്രം നമ്മൾ അള്ളാഹുവിനോട് അകലുന്നോ അത്രമാത്രം ഇത് മനസ്സിലാവായിക വരും. അള്ളാഹുവിനോട് അകലാൻ കഴിയില്ല, എന്നാലും ഹൃദയപരമായ അകൽച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ ചിന്താപരമായ അകൽച്ച. അല്ലാണ്ട് ശാരീരികമായ അകൽച്ച സാധ്യമല്ല അള്ളാഹുവിനോട്. ആണോ? അള്ളാഹ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞില്ലേ. എൻ്റെ അടിമകൾ നിന്നോട് അങ്ങയോട് ചോദിക്കും എന്നെക്കുറിച്ച്. അപ്പം നബിയെ അങ്ങ് പറയുക, ഞാൻ വളരെ അടുത്തവനാണ്. അവിടെ ഒരു ചോദ്യത്തിൽ തന്നെ ഒരു വകുപ്പുണ്ട്. എൻ്റെ അടിമകൾ ചോദിക്കുന്നു, അപ്പം നീ അടുത്തവനാണെന്ന് പറയുക. ആദ്യം എൻ്റെ അടിമയാവണ്ടേ, എൻ്റെ ആളാവണ്ടേ. എൻ്റെ ആളുകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞേ എന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ ആളുകളല്ലാത്തവരോട് ഇത്ര അടുത്തെന്ന് പറയണമെന്നുണ്ടോ? പക്ഷെ അതൊരു ഒരു പ്രാമാണികമായ കാര്യം ആണെങ്കിലും അള്ളാഹു എല്ലാവരോടും അടുത്താണ്. വിളിച്ചാൽ വെളിപ്പുറത്ത് അവനുണ്ട്. ഒരു ഉറുമ്പിൻ്റെ ചലനം പോലും അവൻ അറിയും. അവൻ അറിവ് കൊണ്ട് എല്ലായിടത്തും ഉണ്ട്. അവൻ്റെ ദാത്ത് കൊണ്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അള്ളാഹുവിനോടുള്ള കാര്യം മനസ്സിലാവണമെങ്കിൽ അവനോട് അടുക്കുക, അല്ലെങ്കിൽ അടുത്തവരോട് അടുക്കുക, അല്ലെങ്കിൽ അവരോടെങ്കിലും. പണ്ടുള്ളവർ പറയില്ലേ, വിവരമുള്ളവർ കുളിച്ച കുളത്തിലെങ്കിലും വേണമെന്ന് പറയാം. എന്നാലും ഇത് മനസ്സിലാവും. ശാരീരികമായ അടുപ്പമല്ല ഉദ്ദേശിച്ചത്, ശാരീരികമായ അകലമല്ല ഉദ്ദേശിച്ചത്. കാഴ്ചയിൽ അടുത്തു വിചാരിച്ചിട്ട് ആള് നമ്മൾ പറഞ്ഞ് കേട്ടോളന്നുണ്ടോ? ഇപ്പോൾ ഒരാൾ ബൈനോക്കുലർ വെച്ചിട്ട് പണ്ട് ഒരു പ്രശ്നം ഉണ്ടായി. മുഹമ്മദ് സെയ്ദലവിനെ കണ്ടിട്ട് മിണ്ടുന്നില്ല. അപ്പം എന്താടാ നീ എന്നെ കണ്ടിട്ട് മിണ്ടാത്ത? ഇന്നലെ ഞാൻ നിനക്ക് സലാം പറഞ്ഞിട്ട് നീ സലാം അടക്കിയില്ല. നീ എപ്പോഴെന്നെ സലാം പറഞ്ഞു? അപ്പം സംഭവം എന്താ? സെയ്ദ് സെയ്ദലവി എൻ്റെ പേരെന്തെങ്കിലും ഒരു ബൈനോക്കുലർ എന്തെങ്കിലും പറയാം, ദൂരദർശിനി വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ 3 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ മുഹമ്മദ് ഇങ്ങനെ നടന്നു പോകണം. പക്ഷെ ഇയാൾക്ക് അടുത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇയാൾ അസ്സലാമു അലൈക്കും മുഹമ്മദേ, അടുത്ത ദൂരമുള്ള ആളോട് ബൈനോക്കുലർ നോക്കട്ടെ അസ്സലാമു അലൈക്കും, അവൻ കേൾക്കുമോ? അതുകൊണ്ടാണ് ഇവനായിട്ട് പിണങ്ങിയുള്ളത്, അത് കേൾക്കാത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ കാഴ്ചയിൽ അടുത്തവനാണെങ്കിലും അതിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള അടുപ്പമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഹൃദയം കൊണ്ടുള്ള അടുപ്പം വേണം. ചോദിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഖുർആൻ ഒരു സാഹിത്യമാണ് എന്നുള്ള രൂപത്തിൽ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്നുള്ള നിലക്കാണ് നമ്മളതിനെ സമീപിക്കുന്നത്. സാഹിത്യമാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്ത. തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്തിത്തരാൻ പറ്റിയ ആളുകളുണ്ടല്ലോ. നമുക്ക് അറിയുന്നത് നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പറയാൻ ആളല്ല. അള്ളാഹുവിൻ്റെ കലാം മനസ്സിലാക്കാൻ അള്ളാഹുവിനോട് അടുപ്പം വേണം. അപ്പോൾ അവരതിനനുസരിച്ച് വ്യാഖ്യാനിക്കും. കുറച്ചും കൂടെ ആകുന്നവർ ആ അകൽച്ചക്കനുസരിച്ച് വ്യാഖ്യാനത്തിനും വ്യത്യാസം ഉണ്ടാവും. വളരെ വിദൂരമായവർ ആ വിദൂരതയുടെ വ്യാഖ്യാനത്തിന് വ്യത്യാസം ഉണ്ടാവും. ശത്രുവാണെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും. നന്മ പറഞ്ഞാലും തിന്മയോട് ചിത്രീകരിക്കൂലേ? ന്യായങ്ങൾ പലർക്കും പലതും കണ്ടെത്താറുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതിൻ്റെ പ്രാമാണികതയ്ക്ക് ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ ഇങ്ങനൊരു വരിയുണ്ട് പാട്ടിൽ, കൊന്നു വളർത്തും പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നീ നോക്ക്, കാരണം മാട് വളർത്തും പോലെ വളർത്തി അറുക്കാനാണെന്നോർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട്. അത് ഒരു പ്രത്യേക പ്രസ്ഥാനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയതൊന്നുമല്ല. ആ പ്രസ്ഥാനങ്ങൾ അങ്ങനെ കൊന്നു വളർത്തുന്ന പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ ഭൂമി മലയാളത്തിൽ, കേരളത്തിലും ഇന്ത്യയിലും അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ ഒരു. അതുകൊണ്ട് യഥാർത്ഥ പ്രസ്ഥാനങ്ങളെയല്ല ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. ആ സംഘടനയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചിന്തകളെയാണ്, നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളെയാണ്. നമ്മളെ ഒരാളെ കൊന്നിട്ട് വളർത്തേണ്ട ചില സാമൂഹിക ചുറ്റുപാടുകളിൽ നീ അംഗമാവരുത്. കാരണം അവർ നിന്നെയും ഭാവിയിൽ എന്ത് ചെയ്യും? കൊന്നേക്കാം. മനസ്സിലായോ? അവരോട് സൗഹൃദം അരുത്. ചില പ്രകൃതിയാലുള്ള ഹിംസ്ര ജന്തുക്കളുണ്ട്. അങ്ങനൊരു കവിത തന്നെയുണ്ട്. ജസല്ലാ കമാ ജസസിനിമാറ, അങ്ങനൊരു കഥ ഉണ്ട്. നിനക്ക് ഒരു എൻജിനീയർ നല്ലൊരു മഹാസൗധം പടുത്തുയർത്തി രാജാവിന്. ഇനി അതേപോലൊരു സൗധം ലോകത്ത് വരരുത് എന്നുള്ള ചിന്ത രാജാവിനെ ഇയാളെ കൊല്ലാൻ
അങ്ങനെ ഒരു കഥ ഉണ്ടല്ലോ ഇപ്പം താജ്മഹലിലോ അങ്ങനെ അതൊക്കെ ഒരു കഥകളായിരിക്കാം, പക്ഷെ ആ കഥ ഉണ്ടാക്കിയ ആളുകളുടെ ഉദ്ദേശശുദ്ധി അങ്ങനെ ബൈത്തനുണ്ട് അറബിയിൽ. ജസാഖല്ലാഹു കമാ ജസ സിനിമാറ, നിനക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ. ഇതുപോലെ സിനിമാറിന് കിട്ടിയ പ്രതിഫലം പോലെ. സിനിമാർ ആരായിരുന്നു? നല്ലൊരു എഞ്ചിനീയർ, നല്ലൊരു മഹാസൗധം ഉണ്ടാക്കി. അതിന് പ്രതിഫലം ചെയ്തത് രാജാവ് അയാളെ കൊന്നിട്ടാണ്. കാരണം ഇനി അങ്ങനത്തെ പ്രതിഫലം നിനക്ക് കിട്ടട്ടെ എന്ന പ്രാർത്ഥന കേൾക്കാൻ നല്ല സുഖമുള്ള പ്രാർത്ഥനയാണെങ്കിലും അത് മോശമായ കൊല്ലട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ, അതൊരു പ്രസ്ഥാനമായിട്ട് ഞാൻ ഉപമിച്ചു എന്നാണ്. അവരോട് സൗഹൃദം വരുത്തും. നിന്റെ ജീവിതത്തിനും നിന്റെ അഭിമാനത്തിനും നിന്റെ ധനത്തിനും അല്ലെങ്കിൽ നിന്റെ ലോലമായ സന്തോഷങ്ങൾക്ക് പോലും വിഘാതം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നീ എന്ത് ചെയ്യണം? വഴിമാറി നടക്കുക. അല്ലെങ്കിൽ നീയും അതിൽ ഒരു ഇരയായി മാറിയേക്കാം. പിന്നീട് നിന്റെ ജീവനും നഷ്ടപ്പെടും. ചെന്നായെ വളർത്തിയ ഒരു തള്ളയുടെ കഥ പറയുന്നുണ്ട്. പാലുകൂട്ടി വളർത്തി, അവസാനം വിശന്നപ്പോൾ ചെന്നായ ഇവരെ തന്നെ ഭക്ഷിച്ചു. ഈ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കൂട്ടുകെട്ടുകൾക്ക്, ഈ കൂട്ടായ്മകൾക്ക് വിശക്കുമ്പോൾ നിന്നെയും അവരുടെ സ്ഥായിയായ ഭാവം കൊല്ലുക എന്നതാണ്. ഇന്ന ആളെ കൊല്ലണമെന്നൊന്നും അവർക്കില്ല, അവർ കൊന്നാൽ മതി. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കണത്, പ്രത്യക്ഷത്തിലുള്ള വാളെടുത്ത് വെട്ടുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ മറ്റൊരാളെ സ്ഥിരമായി അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് ഇപ്പോഴത്തെ ഭാഷയിൽ തന്നെ. അവനെ കൊല വിളിച്ചു അല്ലേ? എന്താ പറയാ, കൊന്നിട്ടാണോ? അല്ല, അയാളെ അപമാനിച്ചു, അയാൾ ചുട്ട മറുപടി നൽകി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോഴത്തെ ഭാഷ നല്ല ഭാഷയാണ്. ഇപ്പോൾ അതിലിപ്പോൾ ഞാൻ മുമ്പ് പറയണൊരു എക്സാമ്പിൾ, പൊളിക്കുക എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറയലുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു മതഗ്രന്ഥം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു സിറ്റുവേഷൻ പറയലുണ്ട്. ഒരാളൊരു പുരക്കൂടലിന് പോയി തിരിച്ചു വന്നു. ഇതാണ് കഥയിൽ എഴുതി വെക്കാണ്. ഒരാൾ പുരക്കൂടലിന് ഹൗസ് വാമിങ്ങിന് പോയി. അയാൾ തിരിച്ചു വന്നപ്പോൾ അയാളോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വീട് എങ്ങനെയുണ്ട്? വീട് പൊളിച്ചു എന്നൊരു കഥ എഴുതി വെച്ചിട്ട് ഇതൊരു മതഗ്രന്ഥമായിട്ട് നാളെ വായിക്കുകയാണെങ്കിൽ ഈ പൊളിച്ചു എന്നുള്ള വാക്കിന് അവരെന്തർത്ഥം വെക്കും എന്ന് പറഞ്ഞിട്ട്. മതഗ്രന്ഥമാണെന്നില്ല, ഒരേ കാലഘട്ടത്തിലെ പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ ഒരു കാലികമായ ഭാഷ, അന്നാത് കാലത്തിൽ നിലവിലുള്ള ഭാഷ എഴുതി വെക്കപ്പെട്ടാൽ പിൽക്കാലത്ത് ആ ഭാഷയുടെ അർത്ഥം മറ്റൊന്നാണെങ്കിലും ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും. നാട് മാറുമ്പോൾ ഒരേ വാക്കിന് അർത്ഥം മാറും. അപ്പോൾ ഒരു ഗ്രന്ഥം പഠിക്കുമ്പോൾ ആ ഗ്രന്ഥം എഴുതിയ ചുറ്റുപാട് കാലഘട്ടം നമ്മൾ പഠിക്കണം. ആ കാലഘട്ടത്തിൽ ഈ ഭാഷക്ക് എന്തായിരുന്നു അർത്ഥം എന്ന് പഠിക്കണം. ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഈ ചരിത്രം ഉണ്ടാകുന്ന കാലത്ത് ജനങ്ങളുടെ ചുറ്റുപാട് എന്തായിരുന്നു എന്ന് പഠിക്കണം. ഇപ്പോൾ ശൈശവ വിവാഹമാവട്ടെ, മറ്റെന്തെങ്കിലും പ്രശ്നമാവട്ടെ, ആ കാലഘട്ടത്തിൽ അവിടുത്തെ നിയമം എന്തായിരുന്നു, ചുറ്റുപാടെന്താണെന്ന് ഈ കാലഘട്ടത്തിലെ നിയമം വെച്ച് അന്നത്തെ ആൾക്കാരെ വിലയിരുത്താൻ പാടില്ല. ഇന്നിപ്പോൾ ഹെൽമെറ്റ് ഇടുന്ന നിയമം ഉണ്ടെന്ന് കരുതുക, ഉണ്ട്, ഇടണമല്ലോ. ഹെൽമെറ്റ് ഇല്ലാത്തൊരു കാലമില്ലേ? അന്നത്തെ ഒരു വീഡിയോ ഒരാൾ കണ്ടു. ഹെൽമെറ്റ് ഇല്ലാത്ത കാലത്ത് അയാൾ എന്ത് തെമ്മാടിത്തരാണ് കാണിച്ചത്. ഹെൽമെറ്റ് പോലും ധരിക്കാത്ത വലിയ നേതാവായിട്ട് പറയണത്. അന്നത്തെ കാലം നമ്മൾ പഠിക്കണ്ടേ? പറഞ്ഞാൽ മനസ്സിലാവണ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഏത് കാലഘട്ടത്തിലാണോ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അങ്ങനൊരു കാലഘട്ടത്തെ വിലയിരുത്താൻ പാടില്ല. ഏത് ഗ്രന്ഥം പഠിക്കുമ്പോഴും ആ ഗ്രന്ഥം ഉണ്ടാവാനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ കൊന്നു വളർത്തും പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഭാഷയിൽ വെറും വാളുകൊണ്ട് കൊല്ലുക എന്നതല്ല അർത്ഥമാക്കും. എല്ലാ പദങ്ങളും പ്രതീകാത്മകമാണ് എൻ്റെ പാട്ടുകളിലെ പൊതുവെ. ഒന്ന് നേരിട്ട് അർത്ഥത്തിലെടുക്കരുന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. അല്ല, നേരിട്ട് എഴുതാണെന്നെങ്കിൽ അന്ന് ഉസ്താദ് പറഞ്ഞ നേരിട്ട് എഴുതാണെന്നുണ്ടെങ്കിൽ വല്ല അപേക്ഷ ഫോമിലൊക്കെ ആധാർ കാർഡ് എഴുതിയ പോരെ, അതിലൊക്കെ എഴുതണം. അല്ലാണ്ട് അപേക്ഷാ ഫോമിലുള്ള കാര്യങ്ങൾ വൈകാരികമായിട്ട് എടുക്കരുത്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരാൾ എഴുതിയ പോലും പേര്, വയസ്സ്, അതിൻ്റെ ഇടയിൽ ഒരു കോളത്തിൽ സെക്സ് എന്ന് കണ്ടു. അഥവാ ആണോ പെണ്ണാണോ എന്ന് അറിയേണ്ടത് അത് ഇയാൾ വൈകാരിക രൂപത്തിലെടുത്തു. അത് കണ്ടപ്പോൾ അപ്പോൾ ഇയാൾ അതിൽ നേരെ മെയിലോ ഫീമെയിലോ എഴുതുന്നതിന് പകരം ഇയാൾ താല്പര്യമില്ലാതെ എഴുതി വെച്ചു. അപ്പോൾ അടുത്തൊരാളപ്പുറത്ത് പൂരിപ്പിക്കുന്നുണ്ട്. അയാളോട് ഇവിടെ എന്താ എഴുതണ്ടെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ താല്പര്യമില്ലാന്ന് എഴുതണ്ടത്, നീ എന്താ വെച്ചാൽ. അയാൾ എഴുതി, എനിക്ക് താല്പര്യമൊക്കെയുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല.
അങ്ങനെ വൈകാരിക അപേക്ഷ ഫോം, ആധാർ കാർഡ്, ആധാരം, ഇതിലൊന്നും വൈകാരിക ഭാഷകൾ ഉപയോഗിക്കരുത്. അത് നേരിട്ട് അർത്ഥം എഴുതാം. നേരിട്ട് അർത്ഥം എഴുതാം. അതിൽ വൈകാരികമെന്ന് തോന്നുന്ന ഭാഷകളുണ്ടെങ്കിൽ നമ്മളതിന് നേരിട്ട് അർത്ഥം തന്നെ ആരോട് ചോദിച്ച് മനസ്സിലാക്കി, അല്ലാതെ ഇഷ്ടം പോലെ എഴുതരുത്. മനസ്സിലായോ? ആ സമയത്ത് കവിതയിലൊരു വാക്കുണ്ടാകുന്ന നേരിട്ട് അർത്ഥം വെക്കുകയും ചെയ്യരുത്. അത് വൈകാരികമായിട്ട് എടുക്കുക, സാങ്കേതികമായിട്ട് എടുക്കുക. ഇപ്പോൾ സൂഫി കാവ്യങ്ങളിലൊക്കെ സൂഫി ഇസ്തിലാഹാത്തുകളുണ്ടാവും, അഥവാ സൂഫി സാങ്കേതിക പദങ്ങളുണ്ടാകും. അതിൻ്റെ അർത്ഥം തിരിയാതെ അത് എഴുതിയ ആളെ വിമർശിക്കാൻ പാടില്ല. അതിങ്ങനെ മുഷാവറ ചർച്ച ചെയ്യേണ്ടതൊന്നുമില്ല. മുഷാവറക്ക് വേറെന്തൊക്കെ പണിയുണ്ട് അല്ലേ? ഇത്രയും നല്ല വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനില്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വൈകാരികമായ പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എത്ര വലിയ പണ്ഡിതന്മാർ ഇത്ര കിതാബൊക്കെ ഓതി പഠിച്ചു. അപ്പം അവരൊന്നും ഇതിലേക്ക് വലിച്ചെഴുക്കരുത്. അവരൊക്കെ മഹാപണ്ഡിതന്മാരാണ്. അല്ല, പൊതുവെ പണ്ഡിതന്മാർ ഈ പാട്ടിനെ ചർച്ച ചെയ്യണ അല്ലെങ്കിൽ പാട്ടിൻ്റെ നേരർത്ഥം പറയുന്ന ഒരു സ്വഭാവം പൊതുവെ കണ്ടുവരാറ്. അത് പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞുകൂടാ. അവർ ഈ ഏതെങ്കിലും ഒരു മാധ്യമം മുഖേന അധാർമിക സംഭവിക്കരുത് എന്നുള്ള നല്ല ലക്ഷ്യത്തിലാണ് പറഞ്ഞ മനസ്സിലായി. അവർ ഓരോ മുക്കും മൂലയും നിരീക്ഷിക്കണം. അവരുടെ പാണ്ഡിത്യം എല്ലായിടങ്ങളിലും എത്തണം. അവരുടെ കണ്ണ് സമൂഹത്തിൻ്റെ മൂലയിലൊക്കെ എത്തിക്കണം. എവിടെയെങ്കിലും എന്തുകൊണ്ടാണ് അധാർമികത ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ആ സാധ്യതകളെ പോലും മുളയിൽ നുള്ളാനുള്ളൊരു വ്യഗ്രതയാണ് അവരൊക്കെ. അതിനാണ് അവർ കുറ്റം പറഞ്ഞുകൂടാ എന്ന് കരുതി കാണുന്ന പാട്ടൊക്കെ കേൾക്കും. ഇന്നലെ ആ ഒരു പാട്ട് കേട്ടു, മിഞ്ഞാന്ന് ഇന്നൊക്കെ ഒരാൾ പാട്ട് അയച്ചെന്ന്, ഇങ്ങനെ പാട്ട് കേൾക്കുന്നൊരു പരിപാടിയാവരുത്. അവർ 1-2 പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക, എന്നിട്ടും അവരുടെ വലിയ വലിയ കാര്യങ്ങളിൽ ഏർപ്പെടുക. ഞങ്ങളെപ്പോലത്തെ പാവങ്ങളായ ആൾക്കാരുടെ പാട്ടിൻ്റെ പിന്നാലെ മഹാരഥന്മാർ നടന്നാൽ പിന്നെ ഞങ്ങൾക്ക് പാട്ട് എഴുതാൻ തോന്നൂല. പാട്ട് എഴുതാനുള്ള ധൈര്യം ഉണ്ടാവില്ലല്ലോ. കാരണം ഇത് സമസ്തയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് കരുതിയാൽ എനിക്കൊരു പേന എടുക്കാൻ കഴിയില്ല, ഒരു കടലാസ് എടുക്കും, എൻ്റെ കൈ വറക്കൂലേ? അല്ലേ? അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ടും. എൻ്റെ ഒരു പാട്ട് സമസ്ത ചർച്ച ചെയ്തു എന്നറിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ പാട്ട് എഴുതും? എല്ലാ പാട്ടും സമസ്തയിൽ എൻ്റെ കൈ വറക്കും. മഹാരഥന്മാരായ പണ്ഡിത പ്രവരന്മാർ ചർച്ച ചെയ്യുന്നൊരു പാട്ട് എങ്ങനെ എഴുതാൻ കഴിയും? അപ്പം അതുകൊണ്ട് ഞങ്ങളൊക്കെ വെറുതെ വിടുക എന്നാണ് വളരെ എന്ന് കരുതി അധാർമികതക്കെതിരെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യരുത്. ദീനിന്, ശരീഅത്തിന്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സമൂഹത്തിന് അഗാധമായി മുറിവേൽപ്പിക്കുന്ന പാട്ടുകളെ നമ്മൾ നിരാകരിക്കുക തന്നെ. അല്ലെങ്കിൽ അതർവൈസ് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ? അതായത് ഒരെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതല്ല ഞാൻ പറയണത്. ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഇതിൽ തെറ്റിദ്ധാരണക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ട്, അത് കേട്ടിട്ട് ഒരാൾ കൊല്ലാൻ ഇറങ്ങും തോന്നണോടത്ത് അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ അത് കേട്ടാൽ കൊല്ലണം എന്നല്ല അയാൾ പറഞ്ഞത് ഇങ്ങനെയാണെന്നുള്ളത് പറയാൻ പാടില്ല. അത് പറഞ്ഞു കൊടുക്കാം. അതൊരു ധാർമ്മികതയാണ്. അതല്ലേ ശരിക്കൊരു പണ്ഡിത ധർമ്മം എന്ന് പറയാം. അങ്ങനെയാണ് പണ്ഡിതന്മാരുടെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് നല്ലത്. കാരണം അവർക്ക് നമ്മളെക്കാൾ വിവരമുള്ളവരാണല്ലോ. അപ്പം ആ കാര്യം വിട്ടേക്കുക, അവർ നമ്മളെയും വിട്ടേക്കുക. അതുകൊണ്ട് നമ്മൾ അവരെയും വിടുന്നു, അവർ നമ്മളെയും വിടണം എന്നാണ് അപേക്ഷ. നമ്മളവരെ എന്തില്ല പിടിക്കുന്നില്ല. കാരണം അവർ അഗാധമായ അറിവുള്ളവർ, പണ്ഡിത പ്രവരന്മാർ, ഓരോ വിഷയത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയുന്നവർ. നമുക്ക് പാണ്ഡിത്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ നല്ലത്. പാർട്ടികളെ പറ്റി ഒറ്റ കമന്റ് കൂടി നമ്മൾ, അതായത് ഇങ്ങനെ ഒരു പാട്ടുകളെ കുറിച്ചാണ്, പാർട്ടിയാണ് അല്ല പാട്ടിൽ തന്നെ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയണ ഒരു കൊടികൾ കെട്ടിയ വണ്ടിക്ക് വേണം ആത്മീയതയുടെ ബ്രേക്ക്. ആ രണ്ടർത്ഥ വാക്കും എല്ലാവർക്കും മനസ്സിലാവില്ല. ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഉണ്ടാവില്ല. ആത്മീയത കൊണ്ട് ബ്രേക്ക് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പം അത് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൗതിക സാഹചര്യങ്ങളിൽ ചീറിപ്പായുന്ന ഒരു മനുഷ്യ ജീവിതത്തിന് ആത്മീയത കൊണ്ടുള്ള ഒരു ബ്രേക്ക്, ഒരു കടിഞ്ഞാണ്. പഴയ ആൾക്കാർ കടിഞ്ഞാണെന്ന് ഉപയോഗിക്കണം. ഞാൻ ബ്രേക്ക്, നമുക്ക് കടിഞ്ഞാണ് കണ്ട് ശീലല്ലേ. നമ്മളെ കാലത്ത് എന്ത് കടിഞ്ഞാൺ? അത് കുതിരയുള്ള കാലത്ത് അപൂർവമായിട്ടുള്ള കുതിരനൊക്കെ നമ്മൾ കാണുന്നത്. നമ്മളെന്തും വണ്ടിയുടെ ബ്രേക്കല്ലേ. അപ്പോൾ ആധുനിക ലോകത്തിന് കടിഞ്ഞാൺ എന്ന് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട് പാട്ടിൽ. എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ കടിഞ്ഞാൺ. അപ്പോൾ അത് പഴയ സിനിമയും അല്ലെങ്കിൽ ചിത്രകഥകളൊക്കെ കണ്ട കുട്ടികൾക്ക് മനസ്സിലാവുന്നല്ലാണ്ട് അപ്പോൾ മനസ്സിൽ വരില്ല. സാധാരണ നേരിട്ട് കാണാത്ത സാധനം. പക്ഷേ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലാവും. ഞാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഭാഷ ആത്മീയത കൊണ്ട് നമ്മളെ ജീവിതത്തിനെ നിയന്ത്രിക്കണം. ഏതാത്മീയത? ധാർമ്മികത എന്നുള്ള അർത്ഥത്തിലാണ് ആത്മീയത ഉദ്ദേശം.
അതേത് ആത്മീയതയും ആവാം. ആവാം. മനുഷ്യനെ തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഏത് ധാർമ്മിക മൂല്യങ്ങൾക്കും ഞാൻ ആത്മീയത എന്ന് പറയാം. ആത്മീയത എന്നല്ലാണ്ട് സൂഫിസം എന്നോ അല്ലെങ്കിൽ ത്വരീക്കത്തെന്നോ ശരീഅത്തെന്നോ അങ്ങനെ ഉദ്ദേശിച്ചല്ല. മതം പോലും ഇല്ല അവിടെ. അപ്പൊ ഇത് ആർക്കും ചിന്തിക്കാം. ധാർമ്മികത അത് വേണമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെങ്കിലും നമ്മുടെ ധാർമ്മിക മൂല്യത്തിന് വിശ്വസിക്കുന്ന ആൾക്കാർ വേണ്ടേ? അത് വേണം. ഒന്നുമില്ല, ഒരു ആത്മീയത ഇല്ലെങ്കിൽ ഇന്ത്യൻ ഘടന ഒരു ആത്മീയ പുസ്തകമായിട്ട് അംഗീകരിക്കുന്ന ആൾക്കാർ ലോകത്തുണ്ടാവാം. അവർക്ക് അത് വെക്കണം. ഇനി ഇവർ സാക്ഷാൽ വണ്ടി തന്നെയാണെങ്കിലും അതിൽ ഇന്ത്യൻ ഭരണഘടന തീരുമാനിക്കല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ പാലിച്ച് തന്നെ വണ്ടി ഓടിക്കുക. ആ വേഗത അതിൽ ഒരുപാട് 300-400 വേഗത ഒക്കെ എഴുതിയിട്ടുണ്ടാവാം അല്ലേ? എന്തെങ്കിലും സ്പീഡോ മീറ്റർ, ആ മീറ്ററിൽ 400 വേഗത അതൊക്കെ ഓടിച്ചുകൂടാനുള്ളതാ അല്ല. അത് ഓടുന്ന റോഡിനനുസരിച്ച് ആ ഓടിക്കുന്ന ആൾ താല്പര്യം എടുക്കണം. അയാൾക്ക് അതിന് ധാർമ്മികത വേണം. ധാർമ്മികത വേണമെങ്കിൽ അയാൾക്ക് സ്വബോധം വേണം. സ്വബോധം വേണമെങ്കിൽ അയാൾ ഇതേപോലെ അഡിക്റ്റ് ആവാൻ പാടില്ല. മയക്കുമരുന്നുകൾക്ക്, മദ്യത്തിനൊന്നും അടിമയാവാതെ. ഇപ്പോൾ സാക്ഷാൽ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടാകുമ്പോഴാണ് 300 കാണുമ്പോൾ ശരി 300 പോട്ടെ എന്ന് പറഞ്ഞ് ചവിട്ടാൻ പറ്റില്ല. അതിലത് എഴുതി വെച്ചതാണ്. ഇതിന് 300 വരെ പോകാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ആ കമ്പനി എഴുതിയതാണ്. നമുക്ക് ഓടിക്കാനുള്ളതാണോ? അല്ല. നമുക്ക് ഓടിക്കാനുള്ളത് നമ്മളെ റോഡ്, ഓടിക്കുന്ന ആള്, ആ സാഹചര്യം, അത്രേ ഉള്ളൂ.